ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ അംഗങ്ങളായ നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ ചില സത്യങ്ങളിലേക്കാണ് ഈ സുവിശേഷം, ഈ ആഴ്ചയിലെ സുവിശേഷം നമ്മെ കൈപിടിച്ച് നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാണുകയുണ്ടായി, ഈശോ എപ്രകാരമാണ് സ്നാപക യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ സ്നാപക യോഹന്നാനെ ഉപേക്ഷിച്ചിട്ട്, അതായത് അന്ത്രയോസും യോഹന്നാനും ഈശോയുടെ പിന്നാലെ ചെല്ലുകയും ഈശോ അവരെ തന്നോടൊപ്പം വസിക്കുവാനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു, വന്ന് കാണുക എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് നമ്മൾ കാണുന്നത്, അന്ത്രയോസ് പിന്നീട് ചെന്നിട്ട് ശിമയോനോട് പറയുന്നു, ശിമയോനെ, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുക. അപ്പോൾ ആ സുവിശേഷത്തിൻ്റെ തന്നെ ഒരു തുടർച്ചയാണ് എന്ന രീതിയിൽ, എന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിലാണ് ഇന്നത്തെ സുവിശേഷം. കഴിഞ്ഞ ഞായറാഴ്ചയിലെ സുവിശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷമായിരുന്നെങ്കിൽ ഇന്നത്തേത് മർക്കോസ് എഴുതിയ സുവിശേഷമാണ്. മർക്കോസിൻ്റെ സുവിശേഷ വിവരണത്തിൽ ഈശോ അന്ത്രയോസിനെയും പത്രോസിനെയും വിളിക്കുന്നതും അതിനുശേഷം സെബദിപുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും വിളിക്കുന്നതാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ കാണുക. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ചുള്ള അപ്പോസ്തലന്മാരുടെ ദൈവവിളിയുടെ സുവിശേഷ ഭാഗമായിരുന്നു അത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലും ഈ അപ്പോസ്തലന്മാരുടെ ദൈവവിളിയെക്കുറിച്ച് തന്നെയാണ്. എങ്കിലും ഇത് രണ്ടും 2 സമയത്ത് നടക്കുന്ന 2 വ്യത്യസ്ത സംഭവങ്ങളാണ്. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സുവിശേഷം എന്താണ് നമ്മോട് പറയുക? സുവിശേഷം പറയുക, ഈശോ യോഹന്നാൻ ബന്ധനസ്ഥനായി, സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേൾക്കുമ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലിയിൽ പ്രത്യക്ഷനാവുകയാണ്. ഈശോ ഗലീലയിലൂടെ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുകയാണ്. പരസ്യജീവിതത്തിൽ ഈശോയുടെ ദൗത്യം ആരംഭിക്കുകയാണ്. അങ്ങനെ ഈശോ ഗലീലയിലെ കടൽ തീരത്തേക്ക് ചെല്ലുകയാണ്. അവിടെ വള്ളത്തിലിരിക്കുന്ന പത്രോസിനെയും അന്ത്രയോസിനെയും കാണുന്നു. അപ്പോൾ ഈശോ അവരോട് പറയുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും വലയും വള്ളവുമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈശോയെ അനുഗമിക്കുകയാണ്. തുടർന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ സെബദിപുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും കാണുന്നു. അവരെയും ഈശോ വിളിക്കുന്നു. അവരാകട്ടെ പിതാവിനെയും വലയും വള്ളവുമൊക്കെ ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുന്നു. ഇതാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. അവൾ പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ദൈവവിളിയാണ് സുവിശേഷത്തിൻ്റെ ഭാഗം. ഇത് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കാതലായ സത്യങ്ങളുടെ കാതലായ ഒരു ഭാഗം കൂടെയാണ്. അതുകൂടെ നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. 2 ചോദ്യങ്ങൾ നമുക്കിവിടെ നമ്മുടെ മുന്നിൽ തന്നെ വയ്ക്കാം. ഒന്നാമത്തേത്, അന്ത്രയോസും ശിമയോനും ഈശോയുടെ വിളി കേൾക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ അതേ സംഭവത്തിൻ്റെ വിവരണമാണോ ഇത്? മറ്റൊരു യോഹന്നാൻ വിവരിച്ചതാണ്, ഇത് മർക്കോസ് വിവരിച്ചതാണ്. സെയിം സംഭവമാണോ ഇത് എന്നാണ്. അല്ലെങ്കിൽ ഇത് മറ്റൊരു ദൈവവിളിയുടെ വിവരണമാണോ? അങ്ങനെയെങ്കിൽ ഏതാണ് ആ മറ്റൊരു സംഭവമാകുന്നത്? എങ്ങനെയാണത് മറ്റൊരു സംഭവമായിട്ട് മാറുന്നത്? രണ്ടാമത്തേത്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ യേശു എന്താണ് അർത്ഥമാക്കുന്നത്? തീർച്ചയായിട്ടും ഈ വാക്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായിട്ടുള്ള വാക്യം. സമയം സമാഗതമായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആദിമ നൂറ്റാണ്ടിലെ യഹൂദർ എന്ന നിലയിൽ ശിമയോനും അന്ത്രയോസും യാക്കോബും യോഹന്നാനുമൊക്കെ എങ്ങനെയാണ് ഈശോയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ അത് മനസ്സിലാക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സുവിശേഷം ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട്. മൂന്നാമത്തേത്, ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു.
അവർ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. 2 സഹോദരന്മാരെ ഈശോ വിളിച്ചു കഴിയുമ്പോൾ അവരുടെ റിയാക്ഷനാണ്, ഈശോയുടെ വിളിയോടുള്ള അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്. അന്ത്രയോസും ശിമയോനും ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. യാക്കോബും യോഹന്നാനും പിതാവായ സെബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് ഈശോയുടെ ഈ വാക്കുകൾ കേട്ട ഉടനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, പിതാവിനെയും തൻ്റെ സുഹൃത്തുക്കളെയും വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയെ അനുഗമിക്കുവാനായിട്ട് കഴിയുക? ഇപ്രകാരം ഒരു റിയാക്ഷൻ എങ്ങനെയാണ് അവർക്ക് സാധ്യമാവുക? ഉടനെ, ആ വാക്കുകളെല്ലാം പ്രധാനപ്പെട്ട ഉടനെ, ഇമ്മീഡിയറ്റ്ലി എല്ലാം ഉപേക്ഷിക്കുകയാണല്ല, എന്നിട്ട് അനുഗമിക്കുകയാണ്, ഫോളോയിങ്. ഇതെങ്ങനെയാണ് സാധിക്കുക? നമുക്ക് ഈ സുവിശേഷം കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലിയിലേക്ക് വന്നു. ഇങ്ങനെയാണ് സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഏതാണ്ട് ആരംഭ ഭാഗം തന്നെയാണിത്. അപ്പോൾ മർക്കോസ് അനുമാനിക്കുകയാണ്, തൻ്റെ വായനക്കാർക്ക് അറിയാം എങ്ങനെയാണ് സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായതെന്നും അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചതെന്നും ഒക്കെ മർക്കോസ് പ്രസ്യൂം ചെയ്യുകയാണ്. താൻ ഇപ്പോൾ എഴുതുന്ന സുവിശേഷത്തിൻ്റെ വായനക്കാർക്ക് ഇതെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് മർക്കോസ് പറയുകയാണ്, യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം യേശു വന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം തീർത്തും വ്യത്യസ്തമായ ഒരു സംഭവമായിരുന്നു. അത് സ്നാപക യോഹന്നാൻ തൻ്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ്. സ്നാപക യോഹന്നാൻ പുറത്ത്, അതായത് കാരാഗൃഹത്തിലായിരിക്കുന്നതിന് മുൻപ് നടന്ന ഒരു സംഭവമാണിത്. എന്നിട്ടാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുവിനെ അവരുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുമ്പോഴാണ് ആ സംഭവം, കഴിഞ്ഞ ആഴ്ചയിലെ സംഭവം നടക്കുന്നത്. അവിടെ നിന്നാണ് അന്ത്രയോസും യോഹന്നാനും ശിമയോനും ഈശോയെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവർ ഈശോയെ നേരത്തെ കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആ സംഭവം അരങ്ങേറുന്നത്. അതായത് യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അവർ യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം ഒരുപക്ഷെ ഇവർ പ്രതീക്ഷയൊക്കെ നശിച്ച് വീണ്ടും അവരുടെ പഴയ തൊഴിലിടങ്ങളിലേക്ക്, അതായത് മത്സ്യബന്ധനത്തിനായിട്ട് തിരികെ പോയിട്ടുണ്ടാകാം. അവരെല്ലാവരും ഗലീലിയക്കാർ തന്നെയായിരുന്നു. അപ്പോൾ ഗലീലിയക്കാരുടെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് ഗലീലി കടലിൽ മത്സ്യബന്ധനം നടത്തുക എന്നത് തന്നെയാണ്. അപ്പോഴാണ് നസറത്തിൽ നിന്നുള്ള യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലിയിലേക്ക് വരുന്നതും ഗലീലി കടൽ തീരത്ത് ഇവരെ കണ്ടുമുട്ടുന്നതും. യേശു പറയുകയാണ്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. പ്രശസ്ത ബൈബിൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ പണ്ഡിതനായ ഡോക്ടർ ബ്രാൻ പിത്രി ഈ 2 പ്രയോഗങ്ങൾ, അതായത് സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നീ 2 പ്രയോഗങ്ങൾ വളരെ ആഴത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 2 അവിടെ പ്രതിപാദിക്കുന്നത് ഭാവിയിൽ ആഗതമാകുവാൻ പോകുന്ന ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അതായത് ആഗതമാകാൻ പോകുന്ന ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ദാനിയേലിൻ്റെ പ്രവചനം അക്കാലഘട്ടത്തിൽ, അതായത് ഈശോയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ യഹൂദർക്കിടയിൽ വളരെ സജീവമായി നിലനിന്നിരുന്നു. അവരെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരായിരുന്നു. കാരണം മറ്റു പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ എപ്പോഴാണ് സാധ്യമാകുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ആ പ്രവാചകന്മാരാരും പറയുന്നില്ല. ഒരു ദിവസം അത് സംഭവിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ അത് സംഭവിക്കും എന്നാണ് മറ്റു പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെക്കുറിച്ച് പറയുക. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ദാനിയേൽ പ്രവാചകൻ്റെ
ഈ പ്രവചനം. അതിൽ വളരെ കൃത്യമായ കാലഘട്ടം, കാലക്രമം, എപ്പോഴാണ് ദൈവരാജ്യം വരികയെന്ന് ദാനിയേൽ പ്രവാചകൻ്റെ പ്രവചനം വളരെ വ്യക്തമായിട്ട്, പ്രിസൈസായിട്ട് പറയുന്നുണ്ട് അതെപ്പോഴാണ് സംഭവിക്കുക എന്ന്. നമുക്ക് ദാനിയേൽ പ്രവാചകൻ്റെ ആ പ്രവചനം ഒന്ന് ശ്രദ്ധിക്കാം. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന് ഒരു സ്വപ്നമുണ്ടായി. അത് എന്താണെന്ന് പറയുവാനും വ്യാഖ്യാനിക്കുവാനും അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലും ബാബിലോൺ മുഴുവനിലുമുണ്ടായിരുന്ന ജ്ഞാനികളോടും പ്രവാചകന്മാരോടും ആവശ്യപ്പെട്ടിട്ടും അവർക്ക് അത് സാധിച്ചില്ല. അങ്ങനെയാണ് അവർ ദാനിയേലിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. യഹൂദർ ബാബിലോണിൽ വിപ്രവാസത്തിൽ കഴിയുന്ന നാളുകളിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ദാനിയേൽ കൊട്ടാരത്തിലെത്തുന്നത്. അപ്പോൾ ദാനിയേൽ തന്നെ നെബൂഖദ്നേസറിൻ്റെ സ്വപ്നം എന്തായിരുന്നുവെന്ന് നെബൂഖദ്നേസറിനോട് വിവരിക്കുകയാണ്. അതിങ്ങനെയാണ്: നീ ഒരു വലിയ പ്രതിമ സ്വപ്നത്തിൽ കണ്ടു. പ്രതിമയുടെ ശിരസ് തങ്കം കൊണ്ടും മാറിടവും കരങ്ങളും വെള്ളി കൊണ്ടും വയറും തുടകളും ഓടുകൊണ്ടും കാലുകൾ ഇരുമ്പുകൊണ്ടും പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതും ആയിരുന്നു ആ പ്രതിമയുടെ. നീ നോക്കി നിൽക്കെ ഒരു കല്ല് ആരും തൊടാതെ അടർന്നു വന്ന് പ്രതിമയുടെ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങളിൽ പതിച്ച് അതിനെ ഛിന്ന ഭിന്നമാക്കി. അങ്ങനെ പ്രതിമ തകർന്ന് തരിപ്പണമാവുകയും അതിൻ്റെ ഒരു തരി പോലും കാണാനാവാത്ത വിധം കാറ്റ് അവയെ പറത്തിക്കളയുകയും ചെയ്യുന്നു. എന്നിട്ട് പ്രതിമയെ തകർത്ത ആ ചെറിയ കല്ലാകട്ടെ വളർന്ന് ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമി മുഴുവനും നിറഞ്ഞു. ഇതായിരുന്നു നെബൂഖദ്നേസർ കണ്ട സ്വപ്നം. ദാനിയേൽ പ്രവാചകൻ അത് നീ ഇതല്ലേ കണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ദാനിയേൽ പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്വപ്നം ഉണ്ടാകുന്നത് ക്രിസ്തുവിന് ഏകദേശം 603 വർഷത്തിലാണ്. 603 വർഷം BC 603 നെബൂഖദ്നേസർ ഈ സ്വപ്നം കാണുന്നത്. അപ്പോൾ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ദാനിയേൽ ഇപ്രകാരമാണ് നൽകുന്നത്: സ്വർണത്തിൻ്റെ ശിരസ് എന്ന് പറയുന്നത് ബാബിലോൺ സാമ്രാജ്യം തന്നെയാണ്. ആ പ്രതിമയുടെ സ്വർണത്തിൻ്റെ ശിരസ് ബാബിലോൺ സാമ്രാജ്യം. അപ്പോൾ നെബൂഖദ്നേസർ തന്നെയാണ് സ്വർണത്തിൻ്റെ ശിരസ്. ഈ നെബൂഖദ്നേസർ എന്ന് പറഞ്ഞാൽ ബാബിലോണിൻ്റെ ചക്രവർത്തിയായിരുന്നു. അപ്പോൾ നെബൂഖദ്നേസർ തന്നെയാണ് സ്വർണത്തിൻ്റെ ശിരസ്, പ്രതിമയുടെ ശിരസ്. വെള്ളി കൊണ്ടുള്ള മാറിടവും കരങ്ങളും സൂചിപ്പിക്കുന്നത് ഈ ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം ഭൂമിയിൽ കൂടുതൽ പ്രാബല്യത്തിൽ വന്ന പേർഷ്യൻ സാമ്രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് 539 BC പേർഷ്യക്കാർ ബാബിലോൺ കീഴടക്കുകയും സൈറസിൻ്റെ നേതൃത്വത്തിൽ ബാബിലോൺ കീഴടക്കുകയും പിന്നീട് പേർഷ്യൻ സാമ്രാജ്യം ഭൂമിയിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിട്ട് മാറി. അപ്പോൾ ഈ പ്രതിമയുടെ വെള്ളി കൊണ്ടുള്ള മാറിടവും കരങ്ങളുമൊക്കെ പേർഷ്യൻ സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് ഓടുകൊണ്ടുള്ള വയറും തുടകളുമാണ്. അത് ഗ്രീക്ക് സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുക. അതായത് പേർഷ്യൻ സാമ്രാജ്യത്തെ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ BC 331 പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴടക്കുകയും പിന്നീട് ലോകം മുഴുവൻ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിട്ട് മാറുകയും ചെയ്തു. ലോകം മുഴുവൻ ഗ്രീക്ക് ഭരണത്തിൻ്റെ കീഴിലായി. അപ്പോൾ ആ ഗ്രീക്ക് സാമ്രാജ്യത്തെ സൂചിപ്പിക്കുകയാണ് ഓടുകൊണ്ടുള്ള വയറും തുടകളും. പിന്നീട് ഇരുമ്പിൻ്റെ കാലുകളും ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള പാദങ്ങളും, ഇത് സൂചിപ്പിക്കുക റോമൻ സാമ്രാജ്യത്തെയാണ്. അപ്പോൾ ഗ്രീക്ക് സാമ്രാജ്യത്തിന് ശേഷം പിന്നീട് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉദയമാണ്. അതായത് അലക്സാണ്ടറുടെ മരണത്തിന് ശേഷം BC 197 130 ഇടയ്ക്ക് റോമ സാമ്രാജ്യം ഉയർന്നു വരികയാണ്. അപ്പോൾ ഈ കാലിൻ്റെ പാദങ്ങൾ, 2 പാദങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് റോമ സാമ്രാജ്യം ശക്തമായിരിക്കുമ്പോൾ തന്നെ റോമ സാമ്രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട്. ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യവും പൗരസ്ത്യ റോമ സാമ്രാജ്യവുമെന്ന്. ഈ 2 സാമ്രാജ്യങ്ങളെ സൂചിപ്പിക്കുവാനാണ് 2 കാലുകൾ, അത് ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള 2 കാലുകളെ സൂചിപ്പിക്കുന്നു.
അപ്പോൾ അത് റോമ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നെ വരുന്നത് എന്താണ്? പ്രതിമയെ തകർത്ത് കളയുകയും ഭൂമി മുഴുവൻ നിറയുകയും ചെയ്യുന്ന മഹാപർവ്വതമായി മാറുന്ന ചെറിയ ഒരു കല്ല്. ഇതാണ് 5ാമത്തെ സാമ്രാജ്യം. ഇതാണ് എന്നും നിലനിൽക്കുന്ന നിത്യസനാതനമായ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ദാനിയേൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നത്. 2-ാം അധ്യായം 44-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുകയാണ്, ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതും പരമാധികാരം മറ്റൊരു ജനതയ്ക്കും വിട്ടുകൊടുക്കാത്തതുമായ ഒരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തും. മേൽപ്പറഞ്ഞ രാജ്യങ്ങളെ, എല്ലാ സാമ്രാജ്യങ്ങളെയും എല്ലാം തകർത്ത് ഇല്ലാതാക്കി അത് എന്നേക്കും നിലനിൽക്കും. ഇതാണ് ദാനിയേൽ പ്രവചിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യം. ദൈവത്തിൻ്റെ രാജ്യം. അപ്പോൾ അത് എപ്പോഴാണ് വരിക? റോമ സാമ്രാജ്യം പ്രാബല്യത്തിൽ, അല്ലെങ്കിൽ റോമ സാമ്രാജ്യം അതിൻ്റെ പ്രൗഢിയിൽ ആയിരിക്കുമ്പോഴാണ് ഈ ചെറിയ കല്ല് വന്ന് റോമ സാമ്രാജ്യം നശിപ്പിക്കുക. അപ്പോൾ ആ ചെറിയ കല്ല്, അതാണ് ദൈവത്തിൻ്റെ രാജ്യം. അതെന്താണെന്നുള്ളതാണ് ചെറിയ കല്ല് ദൈവത്തിൻ്റെ. ആ രാജ്യമാണ് ആരും തൊടാതെ മലമുകളിൽ നിന്ന് അടർന്നു വരുന്ന കല്ല്. ഇതാണ് ഭൂമിയിലെ ദൈവത്തിൻ്റെ രാജ്യം, ദൈവരാജ്യം, ദ കിങ്ഡം ഓഫ് ഗാഡ്. അതാണ് ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടിയിലെ, പുതിയ നിയമത്തിലെ ഇസ്രായേൽ, പുതിയ നിയമത്തിലെ സഭ, തിരുസഭ. ഇതാണ് തിരുസഭ. നോക്കി, ഇതാണ് യേശുക്രിസ്തുവിൻ്റെ സർവ്വജനതകളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ രാജ്യങ്ങളെയും എല്ലാ ജനതകളെയും ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിൻ്റെ സഭ, പരിശുദ്ധ കത്തോലിക്ക സഭ. ലൂക്കായുടെ സുവിശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 22-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഈശോയുടെ വാക്കുകൾ ഈ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ദിവ്യകാരുണ്യം ഈശോ സ്ഥാപിച്ചതിന് ശേഷം ഈശോ തൻ്റെ അപ്പോസ്തലന്മാരോട് സംസാരിക്കുന്നതാണ് ഈ വാക്കുകൾ. എന്താണെന്ന് പറയുക? ഈശോ പറയുന്നു, എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും ഒരു രാജ്യം തരുന്നു. നിങ്ങൾക്കും തൻ്റെ അപ്പോസ്തലന്മാരോട് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു രാജ്യം തരുന്നു. എങ്ങനെ? പിതാവ് എനിക്ക് തന്ന ആ രാജ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ. 12 ഗോത്രങ്ങൾ, 12 അപ്പോസ്തലന്മാർ. അതാണ് സഭ. അപ്പോൾ ആരാണ് ഭൂമിയിലെ ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുക? ഈശോയുടെ ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുക ആരാണ്? യേശുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ തുടർന്ന് കേൾക്കുന്നു. നമ്മൾ നോക്കുക. ശിമയോൻ, ഈശോ ശിമയോനോട് പറയുകയാണ്, ശിമയോനെ, ഇതാ സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അപ്പോൾ ഈശോയുടെ സഭയുടെ നായകൻ ആരാണ്? അത് ശിമയോനാണ്. പത്രോസിനെ സാത്താൻ പാറ്റിക്കളയാൻ, കോതമ്പ് പോലെ പാറ്റിക്കളയുവാനായിട്ട് പലവട്ടം ശ്രമിച്ചു. പക്ഷേ ഈശോ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ അവനോടൊപ്പം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി? തൻ്റെ രാജ്യത്തിൻ്റെ നായകനാകുവാൻ വേണ്ടി. അപ്പോൾ പിതാവായ ദൈവം ക്രിസ്തുവിന് വേണ്ടി സ്ഥാപിച്ച ആ ദൈവരാജ്യം ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ പരിശുദ്ധ കത്തോലിക്ക സഭ, ആ രാജ്യത്തിന് അവിടുന്ന് ഒരു തലവനെയും നിശ്ചയിച്ചു. അതാണ് ശിമയോൻ പത്രോസ്. അപ്പോൾ പഴയ നിയമത്തിലെ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള ഭാവിയിൽ ആഗതമാകുന്ന തിരുസഭയാകുന്ന ദൈവരാജ്യം എന്നും എന്നേക്കും നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ. ദാനിയേൽ പ്രവാചകൻ തന്നെ പിന്നീട് പറയുന്നുണ്ട്, 7-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവൻ്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കുന്നതിന്
ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജത്വം അനശ്വരമാണ്. മറ്റൊരു പ്രവചനം കൂടെ നോക്കാം നമുക്ക്. ഇസ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയാണ് അതിനാൽ ഭൂമിയിലെ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ ഈശോ ഭൂമിയിലേക്ക് ആഗതനായതോടുകൂടെ ദൈവരാജ്യം ഭൂമിയിൽ ആരംഭം കുറിച്ചു. സഭയിലൂടെ അതിങ്ങനെ വളരുകയാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യമാണ് സഭ. പക്ഷേ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. നമുക്കറിയാം, സഭയിൽ കുറേയധികം തിന്മകൾ നമ്മൾ കാണുന്നുണ്ട്, വീഴ്ചകൾ കാണുന്നുണ്ട്. തിന്മകളൊന്നും ദൈവരാജ്യത്തിന് യോജിച്ചതല്ല. അതാണ് പറയുക, സഭ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. മറിച്ച് ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സഭ തീർത്ഥാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യം ഓൾറെഡി ഇവിടെയുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് യെറ്റ് ഫുൾഫിൽഡ്. അതുകൊണ്ടാണ് സഭയെക്കുറിച്ച് നമ്മൾ പറയുക, ഇറ്റ് ഈസ് ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യമാണ് സഭ. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പ്രവചനത്തിൽ പ്രത്യേകം കാലഘട്ടം അനുസരിച്ചാണ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 4-ാമത്തെ സാമ്രാജ്യത്തിൻ്റെ സമയത്താണ് ആ കല്ല് വരിക, ചെറിയ കല്ല് വന്നിട്ട് പർവ്വതമാവുക. അപ്പോൾ ഇത് സംഭവിക്കുക 4-ാമത്തെ സാമ്രാജ്യമായ, അതായത് റോമ സാമ്രാജ്യത്തിൻ്റെ സമയത്താണ്. അപ്പോൾ റോമ സാമ്രാജ്യം അതിൻ്റെ പ്രൗഢിയിൽ നിലനിൽക്കുന്ന സമയത്താണ് ഒരു ചെറിയ കല്ല് പോലെ ക്രിസ്തുവിൻ്റെ സഭ ആരംഭിക്കുന്നതും ആവിർഭവിക്കുന്നതും റോമ സാമ്രാജ്യത്തെയും അതിലംഘിച്ചുകൊണ്ട് അത് ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു പർവ്വതം പോലെ ആയിത്തീരുന്നതും. എത്ര സത്യമായിട്ടത് സംഭവിച്ചു! ഇന്ന് ലോകം മുഴുവൻ റോമ സാമ്രാജ്യം എന്നുണ്ടോ? എന്നാൽ റോമിൽ എന്താണ്? കത്തോലിക്ക സഭയുടെ ആ തലവൻ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ആ അധിപൻ അവിടെ ഇരിക്കുകയാണ്. ലോകം മുഴുവനും ആ കത്തോലിക്ക സഭ വ്യാപിച്ചിരിക്കുന്നു. ഒരു പർവ്വതം പോലെ, ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പർവ്വതം പോലെ ദൈവത്തിൻ്റെ സഭ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ആ ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ സമയം പൂർത്തിയായിരിക്കുന്നു എന്നാണ് ഈശോ പറയുക. അപ്പോൾ ഈശോ വന്നിട്ട് പറയുകയാണ്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഈശോ പറയുമ്പോൾ, ഇതാ ദാനിയേൽ പ്രവാചകൻ്റെ പ്രവചനം അതിൻ്റെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന സമയം പൂർത്തിയായിരിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഒക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഉടനെ ഉപേക്ഷിച്ച് അനുഗമിക്കുന്നത്. ഉടനെ അവരെല്ലാം ഉപേക്ഷിക്കുന്നു, അനുഗമിക്കുന്നു. കാരണം അവർക്ക് മനസ്സിലായി, ദിസ് ഈസ് ദ മാൻ, ഇതാണ് ക്രിസ്തു, അവൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. ഇവിടെ ഈശോ 4 വ്യക്തികളെയാണ് കണ്ടുമുട്ടുന്നത്: ശിമയോൻ, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ. ഇതിൽ 2 പേരെ, ഒരുപക്ഷെ 3 പേരെ അവിടുന്ന് മുൻപ് കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ സുവിശേഷം കാണുക. ശിമയോനെയും അന്ത്രയോസിനെയും ഒരുപക്ഷെ യോഹന്നാനെയും ഈശോ കണ്ടിട്ടുണ്ടാകും. അവരെ അവിടുന്ന് തന്നെ അനുഗമിക്കുവാനായിട്ട് എന്നിട്ട് വിളിക്കുകയാണ്. ഞാൻ നിങ്ങളെ മത്സ്യം പിടിക്കുന്ന ജോലി നിർത്തു, നിങ്ങളുടെ മത്സ്യം പിടിക്കുന്ന ജോലി നിർത്തു. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ, എൻ്റെ രാജ്യത്തിനു വേണ്ടി മനുഷ്യരെ പിടിക്കുന്നവർ, എൻ്റെ ദൈവരാജ്യത്തിലേക്ക് മനുഷ്യരെ ചേർക്കുന്നവർ ആക്കി മാറ്റാം. അതാണ് ഈശോയുടെ വാഗ്ദാനം. തൽക്ഷണം അവർ വലയുപേക്ഷിച്ച്, വള്ളം ഉപേക്ഷിച്ച്, പിതാവിനെ ഉപേക്ഷിച്ച് അവിടുത്തെ അനുഗമിച്ചു. അപ്പോൾ ഇനി എന്താണ് ഈ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാകുവാനുള്ള നിബന്ധനകളായിട്ടുള്ള കാര്യങ്ങൾ? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈശോ പറയുന്നു അനുദപിക്കുക. രണ്ടാമത്തേത് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പം അനുതാപം ആവശ്യമുണ്ട്. അപ്പോൾ പാപം ഇല്ല എന്ന് പറയുന്നവന്
അനുദപിക്കുവാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് അവൻ പാപം ഇല്ല എന്ന് പറയുന്നത്? കാരണം അവൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്താണ് സുവിശേഷം? ഗുഡ് ന്യൂസ്, എവങ്കേലിയൻ എന്ന് പറയുന്നത് യേശു നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇതാണ് സുവിശേഷം. അപ്പോൾ എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്? നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുക, മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുക. അപ്പോൾ അനുതാപം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. പാപങ്ങൾ ഏറ്റുപറയുക, ജീവിതത്തിൽ അതുവരെയുണ്ടായ വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കുക. പാപമില്ല, ഒന്നും കുഴപ്പമില്ല അങ്ങനെയെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ എന്തു പറ്റും? നമ്മൾ അനുതാപം ഉണ്ടാവുകയില്ല, അനുദപിക്കുകയില്ല. നമ്മൾ അനുദപിക്കുന്നില്ലെങ്കിൽ എന്തു പറ്റും? നമുക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ അംഗമായി തീരുവാൻ പറ്റുകയില്ല, അതിൻ്റെ ഭാഗമാകാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവമല്ല നമ്മെ ദൈവരാജ്യത്തിൻ്റെ പുറത്തേക്ക് തള്ളിയിടുക, അത് നമ്മൾ തന്നെയാണ് നമ്മളെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് പുറന്തള്ളുക. എങ്ങനെ? പാപമില്ല, എല്ലാം ഓക്കെയാണ്, ഇങ്ങനെ പോയാലും കുഴപ്പമില്ല, എല്ലാം നോർമലാണ്, സ്വവർഗരതി നോർമലാണ്, ഗർഭചിത്രം എല്ലാം നോർമലാണ്, എല്ലാം എൻ്റെ ശരീരം, എൻ്റെ അവകാശം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം നോർമലാണ്, ഒന്നും തെറ്റല്ല എന്ന് കരുതുമ്പോൾ അനുതാപമില്ലാതെ മാറും. അനുതാപമില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ അംഗമായി തീരുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം ഇന്ന് വളരെയധികം പേർ പാപബോധമില്ലാതെ, അനുതാപമില്ലാതെ, സുവിശേഷത്തിൽ വിശ്വസിക്കാതെ തങ്ങളെ തന്നെ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഇതിനാണ് നമ്മൾ ഒരു സെൽഫ് എക്സൈൽ, സ്വവിപ്രവാസം, തന്നെ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഒരു സെൽഫ് എക്സൈലിൽ കഴിയുന്നവരുണ്ട് കുറേയധികം പേർ. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹം അതുകൂടി നാം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പാപം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ലജ്ജിക്കുന്നവരാകുവിൻ, അനുദപിക്കുന്നവനെക്കുറിച്ച് നിങ്ങൾ ലജ്ജിക്കരുത്. പാപം മുറിവാണെങ്കിൽ അനുതാപം ഔഷധമാണ്. പാപത്തിൻ്റെ ഫലമാണ് അപമാനം. ധൈര്യത്തിൻ്റെ, അതായത് അനുദപിക്കുവാനുള്ള ധൈര്യത്തിൻ്റെ ഫലമാണ് അനുതാപം. ആ ധൈര്യത്തിൻ്റെ ഫലമാണ് അനുതാപം. അപ്പോൾ അനുതാപമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വലിയ ധൈര്യം വേണം. അതാണ് ഹീറോയിസം. അനുദപിക്കുക, എനിക്കിത് വേണ്ട, ഈ ജീവിതം ഇങ്ങനെയല്ല, ഇതല്ല, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനുതാപത്തിലേക്ക് തിരിച്ചു വരിക. ദൈവത്തോട് കരുണ യാചിക്കുവാനുള്ള ധൈര്യം. അപ്പോൾ ഇതിന് ഇപ്പോൾ ഈ ആധുനിക ലോകത്തിൽ ഇതിന് തിരിച്ചിട്ടിരിക്കുകയാണ്. അതായത് പാപം ചെയ്യുന്നതാണ് ധൈര്യം. ഞാൻ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഞാൻ വലിയ എന്തോ ആളാകുന്നു എന്നുള്ള തോന്നലുകൾ നമ്മുടെ സമൂഹം, ഈ പുതിയ കാലഘട്ടം നമ്മുടെ മക്കളിലേക്കും നമ്മളിലേക്കും ഒക്കെ ഇട്ടു തരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ഓർഡർ എന്താണ്? പാപത്തിൽ നിന്ന് അനുതാപത്തിലേക്ക് തിരിയുക എന്നതാണ് ധൈര്യം. അല്ലാതെ പാപം ചെയ്യുന്നതല്ല ധൈര്യം, അനുദപിക്കുന്നതല്ല അപമാനം. അനുദപിക്കുന്ന ധൈര്യവും പാപം ചെയ്യുന്നത് അപമാനവുമാകട്ടെ. ഈ ഒരു ക്രമത്തെ സാത്താൻ തിരിച്ചിട്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ട്? പാപം ചെയ്യുന്നത് ധൈര്യമാണ്, അനുദപിക്കുന്നത് അപമാനമാണ് എന്നും കരുതിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ ദൈവവിളി നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരെയും ഈശോ വിളിക്കുകയാണ്, അനുദപിക്കുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് വേണം അനുദപിക്കുവാനായിട്ട്. ദൈവരാജ്യം നമുക്ക് എല്ലാവർക്കും പ്രാപ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.